അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ അടിമാലിയുടെ സ്വന്തം പെട്ടിമുടി മലമുകളിലേക്കാണ്. അടിമാലിക്കടുത്ത് ട്രെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും അടുത്തുള്ള മലമുകൾ ഇതാണ്. മാത്രമല്ല ഈ ചുറ്റുവട്ടത്തുള്ള ഏറ്റവും ഹൈറ്റുള്ള മലയും ഇത് തന്നെയാണ്. രാവിലെ 5:30 കൂടിയാണ് ഞങ്ങൾ മല കയറാൻ തുടങ്ങിയത്. അതാണ് വെട്ടം തീരെയില്ലാത്തത്. സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നത് കയ്യോടെ കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. സൺറൈസ് കയ്യോട് തന്നെ കാണാൻ സാധിച്ചു. നമുക്ക് മുമ്പേ മലയുടെ മുകളിലെത്തിയ കുറേ പേരെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ദൂരെ എവിടെ നിന്നോ യാത്ര ചെയ്തു വന്ന് വെളുപ്പിന് 2 മണിയോട് കൂടി മേളിലേക്ക് കയറിയതാണെന്നാണ് ഇവർ പറഞ്ഞത്. ചുറ്റും വെളിച്ചം വന്നെങ്കിലും സൂര്യനെ കാണാനായിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ സൈഡിൽ കാണുന്നത് വലിയൊരു ഗ്യാപ്പാണ്. ഈ 2 പാറകളുടെയും ഇടയിലായിട്ടുള്ള വലിയൊരു ഗ്യാപ്പ്. പിന്നെ സൂര്യൻ വരാറായെങ്കിലും ചന്ദ്രൻ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. എല്ലാവരും തന്നെ സൂര്യന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം അടിമാലി പ്രദേശമാണ്. അടിമാലിയും അതിനോട് ചുറ്റുമായി കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ മാറി നമുക്കൊരു മല കാണാൻ സാധിക്കും. ഈ മല അൺഎക്സ്പ്ലോർഡ് ഹിൽ ടോപ്പ് എന്ന പേരിൽ ഞാൻ നടത്തിയ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് മേളിൽ കാണാൻ സാധിക്കും. കാര്യം എല്ലായിടത്തും വെട്ടം പരന്നെങ്കിലും സൂര്യനെ ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ സൂര്യനെ കാണാനായി എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ രാവിലെ ഉണ്ടായിരുന്ന ചെറിയ തണുപ്പിൽ നിന്ന് ആശ്വാസം കിട്ടാനായി വെയിൽ കായുകയാണെന്നും പറയാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായ ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ടല്ലടാ ആ ഒരു മേഘത്തിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ, അത് ഈ സമയത്തേ ഉണ്ടാവുള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ടൈം ലാപ്സ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നൊരു പ്ലെയിൻ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോയി. ഈ മലയുടെ മേളിലും അതിമനോഹരമായ കാഴ്ചക്കിടയിലും ഈ പ്ലെയിൻ എനിക്ക് ഇപ്പോഴും കൗതുകമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുമ്മമ്മാർ പള്ളിയുടെ കപ്പേളയാണ്. ആ കപ്പേളയിൽ കയറി നിന്ന് അടിമാലി പ്രദേശത്തേക്ക് നോക്കുമെന്നുള്ള കാഴ്ച പോലും അതിമനോഹരമാണ്. അവസാനം നമ്മൾ കാത്തിരുന്ന സൂര്യനെത്തി. സൂര്യൻ്റെ ഉദയം, അതായത് കൃത്യമായി സൂര്യനെ കാണാൻ പറ്റുന്ന സാഹചര്യമെത്തി. നേരിട്ട് കാണാൻ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നടുവിലൊരു ഗ്യാപ്പിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടുള്ള പാറകളിലാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. അതിലേറ്റവും തുമ്പത്തായിട്ടുള്ള പാറയിലായിരുന്നു നമ്മൾ ഇത്ര നേരം നിന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തുള്ള പാറയുടെ അറ്റത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പെട്ടിമുടി വന്നു കഴിയുമ്പം ഒരു സിഗ്നേച്ചർ ഫോട്ടോ എന്ന് പറഞ്ഞ പോലെ എടുക്കുന്ന ഫോട്ടോ പലതും ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എൻ്റെ തമ്പനയിൽ കാണുന്ന ഫോട്ടോ പോലും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കാണുമ്പോൾ നല്ല പേടി തോന്നുമെങ്കിലും അത്ര വലിയ ഡേഞ്ചറൊന്നും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നവർക്ക് ഉണ്ടാവില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് നടക്കുക എന്നുള്ളതാണ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ളൊരു പോംവഴി. പിന്നെ ചന്ദ്രൻ ഇപ്പോഴും പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലാതെ അവിടെ തന്നെ നിൽപ്പുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കോട്ടേജ് കാണാം. അത് നെസ്റ്റിൻ മിസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ്. അതൊരു ആൾരൂപം മാത്രമേ കാണത്തുള്ളൂ, ആളെ കാണത്തില്ല. ഇനി നമ്മൾ താഴേന്ന് കയറി വന്ന വഴി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി വേറെ വ്യൂ പോയിന്റിലൊക്കെ എത്താനുള്ള സാധിക്കും. അതായത് നമ്മുടെ അടിമാലി ടൗണും പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ ഒരു വ്യൂ പോയിന്റ്. അതിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നീ എന്നെ വൈറലാക്കും. പെട്ടിമുടിയിൽ നിന്നും എനിക്ക് പേടിയാവോ, പക്ഷെ നമുക്ക് മുഖത്ത് കാണിക്കാത്ത എന്നിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുക അനങ്ങാതെ പാറ പോലെ അങ്ങ്. അപ്പോൾ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം താഴോട്ടുള്ള ഇറക്കമാണ് ഇനി. മല കയറുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം തിരിച്ചുള്ള ഈ ഇറക്കമാണ്. പിന്നെ കയറി വരുമ്പോൾ ഇരുട്ടായതുകൊണ്ട് കയറി വരുന്ന വഴികളൊന്നും നമുക്ക് കൃത്യമായി കാണാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചുള്ള ഈ ഇറക്കത്തിൽ നമുക്ക് കയറി വന്ന വഴിയൊക്കെ നമുക്ക് വിശദമായി കാണാൻ സാധിക്കും. ഈ ചുറ്റും നിൽക്കുന്ന പുല്ലിൻ്റെ ഇടയിലൂടെയും പാറപ്പുറങ്ങളിലൂടെയും ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണി തന്നെയാണ് ഈ പെട്ടിമുടിയിലോട്ടുള്ള മലകയറ്റം. പിന്നെ ലോങ് സ്ലീവ് ഡ്രസ്സുകൾ ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പുല്ല് കൊണ്ട് കൈ മുറിയാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്.
പിന്നെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവരുടെ സഹായത്താൽ ഈ മല കയറാൻ സാധിക്കുമെന്ന് ഇപ്രാവശ്യത്തെ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പതിയെ പതിയെ ഇറങ്ങണേ. അവിടെ പിടിക്കണേ. പയ്യെ 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 ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇറങ്ങി നോക്കേ. നീ പിടിച്ചേ, ഇച്ചിരി പിടിക്കടാ. മലയും കൂടെ കിട്ടുമോ? കിട്ടുള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ പൊന്നു. ഈ പെട്ടിമുടിയിലോട്ടുള്ള കയറ്റം 2 സ്റ്റേജായിട്ടോ 2 മലയായിട്ടോ തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജായിട്ട് കാണിക്കുന്ന സ്ഥലമാണ് ഇത്. ഇതിൻ്റെ മേലോട്ടാണ് നമ്മളിനി രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ മല കയറുന്ന പോലെ കാണാൻ പറ്റുന്നത്. പിന്നെ കയറി വരുമ്പം ഇവിടെ കയറുന്നതിന് നിയന്ത്രണം എന്ന രീതിയിൽ ഫോറസ്റ്റുകാരുടെ ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. 2022 ഒരു വിദ്യാർത്ഥി വന്ന് ഇവിടെ ആത്മഹത്യാ ശ്രമം നടത്തിയതിന് ശേഷമാണ് അവർ ആ ബോർഡ് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. കിളികളുടെ കളികളെല്ലാം നോക്കിയപ്പോൾ കിളിയെ കാണുന്നില്ലല്ലോ. മുമ്പ് വന്നപ്പോഴും കാട് പിടിച്ചിടുന്ന സ്ഥലമായിരുന്നു. ആരോ വെട്ടിത്തെളിച്ച് വലിയ വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇടം നല്ല സമാധാനപരമായി കയറാൻ സാധിച്ചു. പിന്നെ ഇതാണ് നമ്മൾ നടന്നു കയറേണ്ട എൻട്രി പോയിന്റ്. സൈഡിൽ ഒരു ബോർഡ് കാണാം ഫോറസ്റ്റുകാരുടെ. പിന്നെ വണ്ടിക്ക് വരുമ്പോൾ അത് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണിത്. സൈഡിൽ നമുക്ക് ചായ കുടിക്കാനുള്ള കടകളും കാണാൻ സാധിക്കും. പെട്ടിമുടിയിലേക്ക് വരാൻ 2 വഴികളാണുള്ളത്. ഒന്ന് അടിമാലിയിൽ നിന്നും മാപ്പാനിക്കാട് കരുണാശുപത്രി സൈഡിൽ കൂടെയുള്ള വഴിയും പിന്നെ ഉള്ളത് ഈ ജുമാ മസ്ജിദിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയും. നമ്മൾ അങ്ങോട്ട് പോയത് ജുമാ മസ്ജിദിൻ്റെ സൈഡിലുള്ള വഴിയൂടെയാണെങ്കിലും തിരിച്ചിറങ്ങുന്നത് മാപ്പാനിക്കാട് വഴിയുള്ള സെൻട്രൽ ജംഗ്ഷനിലോട്ട് ഇറങ്ങുന്ന വഴി കൂടെയാണ്. ആ റൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. നൂൽപ്പാറ വെള്ളച്ചാട്ടം എന്നും അടിമാലി വെള്ളച്ചാട്ടം എന്നൊക്കെ വിളിക്കുന്ന അടിമാലിയുടെ സ്വന്തം വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ താഴെ കാണാൻ സാധിക്കുന്നത് അടിമാലി തന്നെയാണ്, അടിമാലിയുടെ സെൻട്രൽ ജംഗ്ഷൻ. ഇങ്ങനെ പരന്ന് കിടക്കുന്ന അടിമാലി ടൗൺ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. നേരെ തിരിച്ച് അടിമാലിയുടെ സെൻട്രൽ ജംഗ്ഷനിൽ പോയി നിന്ന് നോക്കുമ്പോൾ അടിമാലിയുടെ സ്വന്തം വെള്ളച്ചാട്ടമായ ഈ നൂൽപ്പാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അടിമാലി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലം അല്ലാത്തതുകൊണ്ടും വലിയ വെള്ളമില്ലാത്തതുകൊണ്ടും ഇതിൽ ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. എങ്കിലും വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതിൽ ഇറങ്ങാവുള്ളൂ. വഴുക്കലുള്ള പാറക്കല്ലുകളുണ്ട്. അപ്പോൾ പെട്ടിമുടിയെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.